വേണ്ടി സാത്താന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അങ്ങോട്ട് പോകുവാൻ ഇടയായി തീരും. ഒരിക്കൽ ഒരു ന്യായവിധിയുണ്ട്. വേദപുസ്തകം വ്യക്തമായി പറയുന്ന വിഷയമാണ് മനുഷ്യന് മരണശേഷം ഒരു ന്യായവിധിയുണ്ട് എന്നുള്ളത്. റെയ്മണ്ട് മൂഡിയുടെ പുസ്തകത്തിന്റെ ആധികാരികതയിലല്ല ഇന്ന് രാത്രിയിൽ ഞാനത് പറയുന്നത്. ഒരു ഉദാഹരണമായി മാത്രം അതെടുത്തുകൊണ്ട് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ബൈബിളിന്റെ ആധികാരികത ഞാൻ പറയട്ടെ. മനുഷ്യന് മരണശേഷം ഒരു ന്യായവിധിയുണ്ട്. ഇനിയും എന്തുകൊണ്ടാണ് മനുഷ്യനെ ദൈവം ന്യായം വിധിക്കുന്നത്? എബ്രായ ലേഖനത്തിൽ അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോകട്ടെ. ഒന്നാമത്തെ കാരണം എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ എന്തുകൊണ്ടാണ് ദൈവം ലോകത്തെ ന്യായം വിധിക്കുവാൻ പോകുന്നത്, എന്തുകൊണ്ടാണ് മരിച്ചതിന് ശേഷവും മനുഷ്യനെ ന്യായവിധിയിലേക്ക് ദൈവം വിടുവാൻ പോകുന്നത്? എബ്രായ ലേഖനം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീരപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായ വചനം, ദൈവത്തിന്റെ വചനത്തെ അവഗണിക്കുന്നത് കൊണ്ട് ദൈവം നിങ്ങളെ ന്യായം വിധിക്കുവാൻ പോകുന്നത്, ദൈവം എവിടെയൊക്കെ എപ്പോഴൊക്കെ ആൾക്കാരെ ന്യായം വിധിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ വചനം ന്യായവിധിയുടെ മുന്നറിയിപ്പ് ദൈവം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ന്യായവിധിയുടെ മുന്നറിയിപ്പുകളെ ദൈവത്തിന്റെ വചനത്തെ അവഗണിച്ച് മുമ്പോട്ട് പോയ ജനതയെ ദൈവം ന്യായം വിധിച്ചിട്ടുണ്ട്. ചരിത്രത്തിന്റെ ഭാഗം പരിശോധിച്ചാൽ ഇന്ന് രാത്രിയിൽ മനസ്സിലാകും സ്വർഗത്തിലെ ദൈവം ന്യായം വിധിക്കുന്നവനായ ദൈവമാണ് എന്ന്. നോഹയുടെ കാലഘട്ടത്തിൽ ദൈവം ലോകത്തെ ന്യായം വിധിച്ചതാണ്. അതിനു മുമ്പ് നോഹ എന്ന് പറയുന്ന നീതിപ്രസംഗി ലോകത്തിന് നെറുകയും കുറുകയും നടന്ന് പ്രസംഗിച്ചതാണ് ഒരു ന്യായവിധി വരുവാൻ പോകുന്നുവെന്ന്. സൊദോം ഗൊമോറ എന്ന് പറയുന്ന പട്ടണത്തെ ദൈവം ന്യായം വിധിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ സന്ദേശം ദേശത്തോട് അറിയിച്ചതാണ്. എന്നാൽ അവിടെയുള്ള ജനത പാപത്തിന്റെ പിന്നാലെ പോയതുകൊണ്ട് ദൈവം ന്യായം വിധിച്ചു. അതിന്റെ വലിയ തെളിവല്ലേ പ്രബുദ്ധരായ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ മനസ്സിലാക്കണം. അതിന്റെ തെളിവല്ലേ ഇന്നും ലോകചരിത്രത്തിൽ ദൈവ ന്യായവിധിയുടെ ഒരു അടയാളമായി ചാവുകടൽ എന്ന് പറയുന്ന ചാവുകടൽ ഇന്നും ലോകത്തിൽ നിലനിൽക്കുന്നത്. പാപത്തിൽ പോയത് മനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയാതിരുന്നത് കൊണ്ട്, ദൈവവചനത്തെ അവഗണിച്ചത് കൊണ്ട് ഒരു ന്യായവിധി ഉണ്ടായി. ഭൂമലദേശമേ, ഇന്ന് രാത്രിയിൽ പറയട്ടെ, ഈ മുന്നറിയിപ്പിന്റെ വചനത്തെ, രക്ഷയുടെ വചനത്തെ അവഗണിച്ചു പോയാൽ തെറ്റിയൊഴുകിയില്ല. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുക. രണ്ടാമത്തെ കാരണം, ഇത്ര വലിയ രക്ഷ അവഗണിച്ചാൽ രക്ഷയെ അവഗണിക്കരുത്. രാത്രിയിൽ പറയട്ടെ, ശിക്ഷിക്കുന്നവരാണ് ദൈവം. എന്നാൽ ശിക്ഷയ്ക്ക് മുമ്പ് ഒരു രക്ഷ ഒരുക്കിയിട്ടുണ്ട്. എക്കാലത്തും ജനതയെ പാപത്തിൽ മുമ്പോട്ട് പോയപ്പോൾ ആ ജനതയെ രക്ഷിക്കുവാൻ ദൈവം ഒരു രക്ഷാമാർഗം ഒരുക്കിയിട്ടുണ്ട്. നോഹയുടെ കാലഘട്ടത്തിൽ ഒരു പെട്ടകം ദൈവം ഒരുക്കി. വിശ്വാസത്താൽ ആ പെട്ടകത്തിൽ കയറിയവരെല്ലാം രക്ഷിക്കപ്പെടുവാനിടയായി. എന്ന് രാത്രി പറയട്ടെ, ദൈവം ശിക്ഷിക്കുന്നവനായിരിക്കുമ്പോൾ തന്നെ ദൈവ സ്നേഹവാനാണ്. എന്ന് രാത്രിയിൽ യേശുക്രിസ്തുവാകുന്ന രക്ഷാനൗകയിൽ നീ കടന്നാൽ വരുവാനുള്ള ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് 11-ാം അധ്യായത്തിൽ പോയ ദിവസം ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചതാണ്. ഒത്തിരി ഭക്തന്മാർ പട്ടിണിയും പ്രയാസവും പരിഹാസവും ഒക്കെ ഉണ്ടായിട്ടും അവർ പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു, അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. നോഹ എന്ന് പറയുന്ന നീതിപ്രസംഗി പെട്ടകം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും പരിഹസിച്ച് പറഞ്ഞു, ഈ മനുഷ്യന് തലക്കോളമാണെന്ന്, ഇവന് ഭ്രാന്താണെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ നോഹ അതെല്ലാം അവഗണിച്ച് ഈ സന്ദേശം ലോകത്തോട് അറിയിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ പറയട്ടെ, ജലപ്രളയം വരുവോളം മുങ്ങിപ്പോകുവോളം ജനത അറിഞ്ഞില്ല. വിവാഹത്തിന് കൊടുത്തും തിന്നും കുടിച്ചും ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ യേശു കർത്താവിന്റെ വരവ് സമാഗതമാകുമെന്ന് മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ മാന്യ സ്നേഹിതരെ, യേശു കർത്താവ് മടങ്ങി വരുവാൻ പോവുകയാണ്. ലോകത്തെ ദൈവം ന്യായവിധിക്കുവാൻ പോവുകയാണ്. അതിനപ്പുറത്ത് ഒരു ന്യായവിധിയുണ്ട്. മരണത്തിന് ശേഷം ഒരു പുനരുത്ഥാനമുണ്ട്, ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശത്തെ അവഗണിച്ചു പോയാൽ നിത്യമായ ന്യായവിധിയിൽ മനുഷ്യൻ ചെന്നുപെടുമെന്ന് വേദപുസ്തകം വ്യക്തമായി പറയുകയാണ്.
ചോദ്യമാണ്, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവന് വിടെ? അതിന്റെ മറുപടി ബൈബിൾ പറയുന്നു, ഒന്നെങ്കിൽ സ്വർഗത്തിൽ, ഇല്ലെങ്കിൽ നരകത്തിൽ. മന്റെ സ്നേഹിത, ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്. മരണത്തിനു ശേഷം മനുഷ്യന് ഒരു ജീവിതമുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം തന്നെ 14-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ വീണ്ടും ഒരു ചോദ്യം ഇയ്യോബ് ചോദിക്കുന്നുണ്ട്. ആ വാക്യം കൂടെ ഒന്ന് വായിച്ച് കേൾക്കാം. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 14-ാമത്തെ വാക്യം. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവന് വിടെ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ന്യായമായൊരു ചോദ്യം. മരിച്ചു കഴിഞ്ഞ് എന്ത് ജീവിതം എന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാരും. ഇവിടം കൊണ്ട് എങ്ങനെയൊക്കെ അങ്ങ് ഒപ്പിച്ചൊക്കെ ജീവിക്കുക, മരണശേഷം ഒരു ജീവിതമില്ല, ഇവിടെ തന്നെയാ സ്വർഗം, ഇവിടെ തന്നെയാ നരകമെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്ന് രാത്രിയിൽ പറയട്ടെ, ഇവിടെയല്ല സ്വർഗം, ഇവിടെയല്ല നരകം, ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. മരണശേഷം മനുഷ്യനൊരു പുനരുത്ഥാനമുണ്ട്. എങ്ങനെ അറിയാം മനുഷ്യന് പുനരുദ്ധരിക്കപ്പെടുമെന്ന്? വേദപുസ്തകം വ്യക്തമായി പറയുകയാണ്. ഒരു ചെറിയൊരു തെളിവ് മാത്രം പറഞ്ഞ് വേദപുസ്തകത്തിൽ ചില കാര്യം കൂടെ പറഞ്ഞ് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നതാണ്. ശാസ്ത്രലോകം പറയുന്നത് അന്തിമ ഘടകമായ പരമാണുക്കൾ നശിക്കുന്നില്ല എന്നാണ് ശാസ്ത്രത്തിന്റെ മതം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കാട്ടിലുള്ള വിറക് വെട്ടി വീട്ടിൽ കൊണ്ടുവന്ന് തീയിടുകയാണ്. അത് കരിയായി മാറും, കരി പിന്നീട് അത് ചാരമായി മാറും, ചാരം പിന്നീട് വളമായി മാറും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതിന്റെ ആദ്യ പരമാണുക്കൾ നശിക്കപ്പെടുന്നില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഞാൻ പറയുന്നത് ശാസ്ത്രമാണ്, ശാസ്ത്രം പറയുന്നത്. അങ്ങനെയുള്ള ഒരു പരീക്ഷണവും ഗവേഷണവും നടത്തിയ ഒരാശയം ഞാൻ പറയട്ടെ. BC 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മിസ്രൈമിലെ രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഡൂൺ ഡാങ്കമാൻ എന്ന് പറയുന്ന പേരാണ്, ഈജിപ്തിലെ ഒരു പേരാണ്. ആ മനുഷ്യൻ മരിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈജിപ്തുകാരൊക്കെ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നതാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഉടുക്കുവാൻ ആവശ്യമായ വസ്ത്രം, ഭക്ഷിക്കുവാൻ ആവശ്യമായ ആഹാരപദാർത്ഥങ്ങൾ, ഇതെല്ലാം ഇതിനകത്ത് അടക്കം ചെയ്തിട്ടാണ് ആൾക്കാരെ അടക്കുന്നത്. അത് ഈജിപ്തുകാരുടെ അന്നത്തെ സംസ്കാരമാണ്. അങ്ങനെ ഈ മനുഷ്യന്റെ 14-ാം നൂറ്റാണ്ടിൽ BC 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ മനുഷ്യന്റെ ഒരു ശവകുടീരം 1922 ഹോവാർഡ് കാർട്ടർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കണ്ടെത്തി. പുരാവസ്തു ഗവേഷകനാണ് ഹോവാർഡ് കാർട്ടർ. ഇത് കണ്ടെത്തിയ കൂട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ ശവകുടീരത്തോടൊപ്പം കണ്ടെത്തിയത് കുറച്ച് പയറുമണികൾ, കുറെ ധാന്യങ്ങളൊക്കെ കണ്ടെത്തി. ഈ ധാന്യമണികളെല്ലാം ഈ ഹോവാർഡ് കാർട്ടർ പരീക്ഷണാർത്ഥം വെള്ളത്തിലിട്ട് നോക്കി, ഇതൊന്ന് കിളിർക്കുമോ എന്നറിയുവാൻ. ദിവസങ്ങൾ 1, 2, 3 എന്നിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പയറുമണിക്ക് ഒരു അണുക്കവുമില്ല. 21-ാമത്തെ ദിവസം പയറുമണികൾ പൊട്ടിമുളച്ചു എന്നാണ് ഹോവാർഡ് കാർട്ടർ തെളിവ് സഹിതം ലോകത്തിന് സാക്ഷീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യ പരമാണുക്കൾ നശിക്കുന്നില്ല എന്നുള്ള ശാസ്ത്രത്തിന്റെ തത്വം അവിടെ അംഗീകരിക്കപ്പെടുകയാണ്. അത് എത്ര വർഷങ്ങളായിട്ടുള്ളതെന്നറിയാമോ? 3500 വർഷം പഴക്കമുള്ള പയറുമണികൾ വീണ്ടും ജീവിച്ചു എങ്കിൽ, എന്ന് രാത്രിയിൽ പറയട്ടെ, 3500 വർഷങ്ങൾ പഴക്കമുള്ള പയറുമണികൾ വീണ്ടും ജീവിച്ചുവെങ്കിൽ എന്ന് രാത്രിയിൽ പറയാം.